ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നതും എനേബിൾ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നെയിം വലിയൊരു ഇൻ്റർഫേസിലായിട്ട് വരാം. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ തെറ്റുകൂടാതെ PAYTM നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു പാസ്വേഡ് തന്നെ തെറ്റുകൂടാതെ ഒന്ന് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു ടിക്ക് മാർക്ക് ഇടാനുള്ള ഒരു ചെറിയൊരു കോളം കാണാം. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര്, ഇമെയിൽ നമ്പർ, PAYTM നമ്പർ എന്നിവ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ഈ പാസ്വേഡും സേവ് ചെയ്യണമെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യണമെന്നുള്ളത് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് നോ എന്നുള്ളടത്തും കൊടുക്കാം. ജസ്റ്റ് ഒരു ആഡ് വരുന്നതായിരിക്കും. ആ ഒരു ആഡ് ക്ലോസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പബ്ലിസിറ്റി നേടിയിട്ടുള്ള ഒരു കുറച്ച് പുസ്തകങ്ങളായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യുന്നത് സെക്കൻഡായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരവധി ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഇതൊരു PAYTM മണി ഏൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിരവധി ആഡ്സ് വരും. നിങ്ങൾ ആഡ്സ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡ്സ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനൊരു ഇൻ്റർഫേസ് ഇതേപോലെ വരും. ആ ഫസ്റ്റ് തന്നെ സ്പിൻ ആൻഡ് വിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പിൻ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്പിൻ വീൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിൻ ആവുന്നതായിരിക്കും. സ്പിൻ ആവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു സംഖ്യയിൽ വന്ന് നിൽക്കും. ആ ഒരു കോയിൻ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ടും ഒരു 59 സെക്കൻഡ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമുക്കിവിടെ ഇപ്പം സ്പിൻ ചെയ്തൊരു കോയിൻ വന്നിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആഡ്സുകൾ വന്നുകൊണ്ടിരിക്കും PAYTM മണി ഏൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യുക. അതല്ല വേറെ വഴിയൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് എ വിൻ 5 കോയിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ബാക്ക് നോ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു 59 സെക്കൻഡാണ് ഫസ്റ്റ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വീണ്ടും 59 സെക്കൻഡ് നിങ്ങൾ ഫിനിഷ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത സ്പിൻ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ഓരോ 59 സെക്കൻഡ് കഴിയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് റെഫർ ആണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് കാണുന്ന സ്ഥിതിക്ക് ആ ഒരു കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിശ്ചിത കമ്മീഷൻസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഓഫർ എന്ന് കാണാൻ പറ്റും. ഓഫർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, പിന്നെ അവരെ പ്ലേ സ്റ്റോറിൽ റേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് മിനിമം വിഡ്രോ വരുന്നത് ഒരു രൂപയേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് PAYTM വാലറ്റിലേക്ക് ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരുടെ ടെലിഗ്രാം ചാനലിലോട്ടൊന്ന് ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ ജോയിൻ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 250 കോയിൻ ലഭിക്കും. ഇപ്പം നമ്മൾ ഇതേ സെയിം നോവയുടെ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നോവയുടെ തന്നെ അവരുടെ ടെലിഗ്രാം ചാനലിലോട്ടേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി അത് ജോയിൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആ പോയിൻറ്റ് 250 കോയിൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം ഈ റേറ്റ് ചെയ്താലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു ടെക്നിക്കൽ എററാണ് അവർ കാണിക്കുന്നുണ്ടെങ്കിലും. അപ്പം നമുക്ക് നോക്കാം. വാലറ്റ്, അതായത് മൂന്നാമതായിട്ട് വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പിൻ, അതായത് നമ്മൾ സ്പിൻ ചെയ്ത ആ ഒരു 5 കോയിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കോയിൻ ഇവിടെ ഇഷ്ടംപോലെ കോയിൻ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ സ്പിൻ ചെയ്യുന്നതിനനുസരിച്ച് റെഫർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോയിൻസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ റെഡീം എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആഡ്സ് വീണ്ടും വരുന്നതായിരിക്കും. ആ ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 1 രൂപയാണ്. 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് 1000 കോയിൻ ഉണ്ടെങ്കിൽ 10 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 വിഡ്രോ ഓപ്ഷനാണ് വരുന്നത്. അതായത് PAYTM വാലറ്റിലേക്ക് തന്നെയാണ് 100 കോയിനും പിന്നെ 1000 കോയിനുമായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ. അത് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോ ചാനലിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വിഡ്രോ
ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.